നമസ്കാരം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ഉൾപ്പെട്ട CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ ചോദ്യം ചെയ്യലിനെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ തലസ്ഥാന നഗരിയിലുണ്ടായ അക്രമ സംഭവം രാഷ്ട്രീയ കേരളത്തെ ഉലയ്ക്കുന്നതാണ്. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഇതുവരെ 8 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 6 പ്രതികളെ CPM തന്നെ നേരിട്ട് പോലീസിന് കൈമാറുകയായിരുന്നു. അക്രമവുമായി ബന്ധപ്പെട്ട് DYFI നേതാവ് ശ്രീജിത്തിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ആക്രമണത്തിനിരയായ ED ഉദ്യോഗസ്ഥൻ ഡിക്സൺ ഡേവിസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത്. മാരകായുധങ്ങളുമായി സംഘടിച്ചെത്തിയ അക്രമികൾ കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് തങ്ങളെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റ ED ഉദ്യോഗസ്ഥൻ പോലീസ് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള നീക്കങ്ങൾ രാജ്യവ്യാപകമായി വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. അന്വേഷണ ഏജൻസികളുടെ സുരക്ഷയെയും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെയും ബാധിക്കുന്ന ഈ ഘട്ടത്തിലാണ് പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് മുൻ നേതാവ് ഷെയ്ഖ് ഷാജഹാന്റെ കേസ് വീണ്ടും പ്രസക്തമാകുന്നത്. കേന്ദ്ര ഏജൻസികളെയും ഉദ്യോഗസ്ഥരെയും കായികമായി നേരിടാൻ തുനിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ ഷെയ്ഖ് ഷാജഹാന്റെ ചരിത്രം ഒരു മികച്ച ഉദാഹരണമായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. പശ്ചിമ ബംഗാളിലെ വടക്കൻ 24 പർഗാനാസ് ജില്ലയിലെ സന്ദേശ് ഖാലി മേഖലയിലെ ശക്തനായ തൃണമൂൽ കോൺഗ്രസ് നേതാവായിരുന്നു ഷെയ്ഖ് ഷാജഹാൻ. റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ പരിശോധന നടത്താനെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ഒരു സംഘം ആളുകൾ ചേർന്ന് ക്രൂരമായി ആക്രമിച്ചതോടെയാണ് ഇയാൾ ദേശീയതലത്തിൽ മാധ്യമശ്രദ്ധ നേടുന്നത്. ED ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി പരിക്കേറ്റ ഈ സംഭവത്തിന് പിന്നാലെ സന്ദേശ് ഖാലിയിലെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. ഷെയ്ഖ് ഷാജഹാനും അയാളുടെ കൂട്ടാളികളും ചേർന്ന് ഗ്രാമീണരുടെ കൃഷിഭൂമി ബലമായി കയ്യേറി മത്സ്യക്കുളങ്ങളാക്കി മാറ്റിയെന്നും പ്രദേശത്തെ സ്ത്രീകൾക്ക് നേരെ വർഷങ്ങളായി വ്യവസ്ഥാപിതമായ ലൈംഗിക അതിക്രമങ്ങൾ നടത്തി വരികയായിരുന്നുവെന്നുമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പ്രക്ഷോഭത്തിലൂടെ പുറത്തു വന്നത്. കേന്ദ്ര ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിന് ശേഷം നിയമപാലകരെ വെട്ടിച്ച് 55ഓളം ദിവസം ഒളിവിൽ കഴിഞ്ഞ ഷാജഹാനെ ഒടുവിൽ പശ്ചിമ ബംഗാൾ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായതിനു തൊട്ടു പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് ഇയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. തുടർന്ന് കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് അന്വേഷണം കേന്ദ്ര ഏജൻസികളായ CBIക്കും EDക്കും കൈമാറാൻ കോടതി ഉത്തരവിട്ടു. ഫെഡറൽ ഏജൻസികളെ ആക്രമിച്ച കേസിന് പുറമെ സന്ദേശ് ഖാലിയിലെ ഭൂമി കയ്യേറ്റം, സാമ്പത്തിക തട്ടിപ്പുകൾ, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയ നിരവധി ക്രിമിനൽ കേസുകളിൽ ഷെയ്ഖ് ഷാജഹാൻ ഇപ്പോൾ കടുത്ത നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സന്ദേശ് ഖാലിയിലുണ്ടായ രാഷ്ട്രീയവും സാമൂഹികമായ ഈ അശാന്തി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്ര ഏജൻസികളുടെ സന്ദർശനത്തിന് കാരണമായി. ഷെയ്ഖ് ഷാജഹാൻ അറസ്റ്റോടെ കടുത്ത നിയമ നടപടികളോടെയും പ്രദേശത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ മാറ്റം വന്നു. അക്രമഭയത്താൽ നാടുവിട്ടുപോയ പ്രദേശവാസികൾ ഇപ്പോൾ സ്വന്തം വീടുകളിലേക്ക് തിരിച്ചെത്താൻ തുടങ്ങി. രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ബലത്തിൽ കേന്ദ്ര ഏജൻസികളുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ഉദ്യോഗസ്ഥരെ കായികമായി ആക്രമിക്കുകയും ചെയ്യുന്നവർക്ക് നിയമവ്യവസ്ഥ നൽകുന്ന ശക്തമായ മറുപടിയാണ് ഷെയ്ഖ് ഷാജഹാന്റെ നിലവിലെ അവസ്ഥ. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സമാനമായ രീതിയിൽ കേന്ദ്ര ഏജൻസികളെ വെല്ലുവിളിക്കുന്നവർ നേരിടേണ്ടി വരുന്ന നിയമപരമായ പ്രത്യാഘാതങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നായി ഈ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നു.